Hello guys, how you all doing? So after so many days നമ്മൾ ഇന്നൊന്ന് പുറത്തിറങ്ങി കുറേ കറങ്ങിയിട്ട് ലാസ്റ്റ് നമ്മൾ ശിവറാംപള്ളി മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ മനസ്സിലായി ഇവിടെ എന്തോ പരിപാടി നടക്കുകയാണെന്ന്. ഇതാണ് നമ്മുടെ മാർക്കറ്റിന്റെ എൻട്രൻസ്. ഇവിടെ കയറിയപ്പോഴേ കുറേ ഡെക്കറേഷൻസ് ഒക്കെ കാണാം, തോരണങ്ങളും കടകളിലൊക്കെ കുറേ എക്സ്ട്രാ ലൈറ്റ്സും ഒക്കെ ഉണ്ട്. നല്ല പ്രകാശപൂരിതമായ അന്തരീക്ഷമാണ്. അങ്ങനെ നടന്നു വന്നപ്പോൾ ദേ ഇവിടെ ജിലേബി വിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ചൂടോടെ ഉണ്ടാക്കി തരും. ഞങ്ങൾ അങ്ങനെ ജിലേബി ഉണ്ടാക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ദേ പാട്ടും കേൾക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ. എന്തോ കാര്യമായിട്ട് പരിപാടി ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ കുറേ ജിലേബി വാങ്ങിച്ചു. ഇനി പോകുന്ന വഴിക്ക് ഇത് കഴിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. നല്ല ക്രിസ്പി ജിലേബി. അങ്ങനെ ഞങ്ങൾ ജലേബിയൊക്കെ കഴിച്ചിങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ലച്ചു പറഞ്ഞത് ഇവിടെ ഏതോ കിഡിലും ഐലൈനർ കിട്ടുന്ന കടയുണ്ടെന്ന്. പിന്നെ ഞങ്ങൾ ഫുള്ള് ഐലൈനർ തപ്പി നടക്കുമായിരുന്നു. കുറേ നടന്നിട്ടൊന്നും കിട്ടിയില്ല. ലാസ്റ്റ് ദേ ഈ സ്റ്റിക്ക് കിട്ടി. ഇതൊരു സ്കെച്ച് പെൻസിൽ പോലത്തെ ഒരു ഐലൈനറാണ്. ഇവിടെ ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ലെങ്കിലും അതും വാങ്ങിയിട്ട് നമ്മളിങ്ങനെ ഇറങ്ങി. ദേ അപ്പോൾ കാണുന്ന കുറേ ബാൻഡ് മേളമൊക്കെ, കുറേ ആൾക്കാർ ബാൻഡൊക്കെ ആയിട്ട് വേറെ എന്തൊക്കെയോ കളർ ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നു. നമ്മുടെ പുലികളിയൊക്കെ പോലത്തെ ഡ്രസ്സൊക്കെയാണ്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് ബോണാലു സെലിബ്രേഷൻ ആണെന്ന്. ബോണാലു എന്ന് പറഞ്ഞാൽ തെലങ്കാനയിൽ ഈ ഒരു സമയത്ത് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവലാണ്. ഇവിടുത്തെ തന്നെ പല പല ഏരിയാസിൽ വളരെ ഗ്രാൻഡായിട്ട് അവർ ആഘോഷിക്കുന്നതാണ് ഈ ഒരു സമയത്ത്. അപ്പോൾ ഈ ബോണാലു എന്ന് പറഞ്ഞാൽ ഈ ഒരു മൺകുടമുണ്ട്. ആ കുടത്തിനെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് സിന്ദൂരവും മഞ്ഞളും ഒക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് സ്ത്രീകൾ തലയിൽ ചുമന്നുകൊണ്ട് പോകും. ഈ കാണുന്ന സംഭവം ആ ബോണത്തിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. ആ ഒരു മൺകുടത്തിനെ ഇവർ ഡെക്കറേറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കുന്നത്. പിന്നുള്ള ബോണാലുവിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പോത്തരാജു ആണ്. ഈ കാണുന്ന ആളാണ് പോത്തരാജു ആയിട്ട് റെഡി ആയിരിക്കുന്നത്. പോത്തരാജു എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമദേവത പോലത്തെ ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ഇതിന്റെ ഹിസ്റ്ററി എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ ആളുകളെ വലിയൊരു അസുഖത്തിൽ നിന്ന് ദേവി രക്ഷിച്ചപ്പോൾ ആ ദേവിക്ക് വേണ്ടി നമ്മൾ ഓഫർ ചെയ്യുന്നതാണ് ഈ ബോണാലു. അപ്പോൾ ആളുകൾ അവരവരുടെ വീട്ടിൽ ചെറിയ രീതിയിൽ പൂജയും അങ്ങനെ ഓഫറിങ്സും ഒക്കെ ആയിട്ട് അത് ചെയ്യും. എന്നിട്ട് ചില പാർട്സ് ഓഫ് ഹൈദരാബാദിൽ ഇവർ ഗ്രാൻഡായിട്ട് ഇതേപോലെ പോത്തരാജും ബാൻഡും ഒക്കെ ആയിട്ട് വളരെ ഗ്രാൻഡായിട്ട് ആഘോഷിക്കും. ഞാനിപ്പോൾ 6 വർഷമായി ഹൈദരാബാദിൽ. എന്നിട്ട് ആദ്യമായിട്ടാണ് ഞാനൊരു ബോണാലു സെലിബ്രേഷൻ കാണുന്നത്. അപ്പം നമ്മുടെ പോത്തരാജുവിനെ ദേവിയുടെ സഹോദരനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ബോണം തലയിൽ വെച്ചുകൊണ്ട് പോകുന്ന സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അവരുടെ പ്രൊട്ടക്ടറാണ് ഈ കാണുന്ന നമ്മുടെ പോത്തരാജു. പോത്തരാജുവിൻ്റെ കയ്യിൽ 2 കയറുണ്ട്. അപ്പോൾ എന്തെങ്കിലും ആപത്തുകളും പ്രശ്നങ്ങളിൽ നിന്നുമൊക്കെ ഗ്രാമത്തിലുള്ള ആൾക്കാരെ രക്ഷിക്കുന്ന ആളാണ് നമ്മുടെ പോത്തരാജു. ഇതിൻ്റെ കൂടെ തന്നെ ബാൻഡിൻ്റെ വക വേറെ പെർഫോമൻസ് ഉണ്ട്. ഇവർ ഇങ്ങനെ ഒരാളുടെ മേലെ കയറി ഓരോരോ ഷേപ്പ് ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഷേപ്പ് ഫോം ചെയ്ത് അതിൻ്റെ മേലെ നിന്നിട്ടാണ് ബാൻഡ് കൊട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ബാൻഡിൻ്റെ പെർഫോമൻസ് ഒക്കെ കണ്ടു. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ലച്ചു കുറേ നേരമായിട്ട് എന്നെ പോവാന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി നേരെ നമ്മൾ പാനിപൂരി സ്പോട്ടിലേക്ക് പോയി. ഇവിടുത്തെ ഏറ്റവും നല്ല പാനിപൂരി കിട്ടുന്നത് ഇവിടെയാണെന്നാണ് ലച്ചു പറയുന്നത്. അങ്ങനെ അവളുടെ ഫേവറേറ്റ് സ്ഥലത്ത് തന്നെ പോയി. പാനിപൂരി ഇവർ പെട്ടെന്ന് എടുത്തു തരുന്നുണ്ട്. എനിക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റാറില്ല, അത്ര സ്പീഡ് എനിക്കില്ല. പൂരി നല്ല ക്രിസ്പി അല്ലേ, ഞാൻ കഴിച്ചു വരുമ്പോഴത്തേക്ക് അത് തണുത്തു പോകും. പാനിപൂരി കഴിക്കുമ്പോഴത്തെ എൻ്റെ ഫേവറേറ്റ് പാർട്ട് എന്ന് പറയുന്നത് ലാസ്റ്റ് കിട്ടുന്ന ഈ മീഠാപൂരിയാണ്. അതും കഴിച്ച് അവിടുന്ന് നമ്മളൊരു സമൂസ ചാട്ട് പാർസലും കൂടെ വാങ്ങിച്ചു വീട്ടിൽ കൊണ്ടുപോകാനായിട്ട്. അടുത്ത് നമ്മൾ പോയത് റോയൽ ജ്യൂസ് സെൻറ്റർ ആണ്. ഇവിടെ കുറേ വെറൈറ്റി ഐറ്റങ്ങൾ കാണാനുണ്ട്. ഫ്രിഡ്ജിൽ നോക്കിയിട്ട് തന്നെ ഒത്തിരി സാധനങ്ങളുണ്ട്. എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും സ്ട്രോബെറി മിൽക്ക് ഷേക്കാണ്. ആരൊക്കെ വന്നാലും പോയാലും സ്ട്രോബെറി മിൽക്ക് ഷേക്ക് വിട്ടൊരു കളിയില്ല ഗൈസ്. അങ്ങനെ അതും കുടിച്ച് വേറൊരു ഐറ്റം നമ്മൾ പാർസലും എടുത്തു. വരുന്ന വഴിക്ക് വേറെ ചില ഐറ്റങ്ങളും കൂടെ പാർസൽ വാങ്ങിച്ചിട്ട് അവസാനം നമ്മൾ വീട്ടിലെത്തി. അങ്ങനെ സമൂസ ചാട്ട് തുറക്കാനുള്ള സമയമായി. വീട്ടിലുള്ളവർക്ക് വേണ്ടി വാങ്ങിച്ചതാണെങ്കിലും ഫസ്റ്റ് ടേസ്റ്റ് നമ്മൾ തന്നെ ചെയ്യണമല്ലോ. ഇതും എൻ്റെ ഒരു ഫേവററ്റ് ഐറ്റമാണ്. എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്ന സാധനമാണ് സമൂസ ചാട്ട്. അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞ് എല്ലാവരും കിടന്ന ശേഷം ഞാനും ലച്ചും വീണ്ടും എണ്ണീറ്റ് വന്നു ഫ്രിഡ്ജിൽ ഇരിക്കുന്ന മലായി സാലഡ് കഴിക്കാനായിട്ട്. ഇതിന് നല്ല മണമുണ്ട്. ആ മലായിയുടെ സ്വീറ്റ് ടേസ്റ്റ് മണത്തിൽ തന്നെ കിട്ടുന്നുണ്ട്. ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഇട്ടിട്ടുള്ളൊരു അടിപൊളി ഐറ്റമാണ്. നല്ല ടേസ്റ്റാണ് ഗൈസ് കഴിക്കാൻ. നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം. ലാസ്റ്റ് നമ്മുടെ കുൽഫിയും കൂടെ കഴിച്ച് ഞങ്ങൾ സൈൻ ഓഫ് പറയാൻ പോവാണ്. ലച്ചു ആണെങ്കിൽ നല്ല ഉറക്കത്തിലാണ് ഗൈസ്, കണ്ണ് തിരുമ്മിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കുൽഫിയും കൂടെ കഴിച്ചിട്ട് ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ശരി ഗൈസ്, അടുത്ത വട്ടം വീണ്ടും കാണാം. ബൈ.